ഹായ് ഡിയേഴ്സ്, ഓണം സീരീസിൽ ഇന്ന് അവിയലാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു പിടി തേങ്ങ, 3 പച്ചമുളക് മിക്സി ജാറിലിട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക. ഈ പാകത്തിൽ അരച്ചാൽ മതി, ഒരുപാട് അരഞ്ഞു പോകണ്ട. ഇനി നമുക്ക് ചേന മുറിക്കാം. അവിയൽ കഷ്ണങ്ങൾക്കെല്ലാം ഒരു ഷേപ്പ് വേണം, അപ്പോൾ അതിനനുസരിച്ച് സൈഡെല്ലാം മുറിച്ച് കളഞ്ഞ് ഈ കഷ്ണങ്ങൾ ഈക്വലായിരിക്കണം, എന്നാൽ മാത്രമേ ഒപ്പം വേവുകയുള്ളൂ. ഈ ഷേപ്പിൽ മുറിക്കാം. ഇതിനെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ കഷ്ണങ്ങൾ കറുത്തു പോകും. ഇനി നമുക്ക് ചേന വേവാനിടാം. ഈ മസാലത്തിൽ ചേന പെട്ടെന്ന് വേവും, അതുകൊണ്ട് അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കണം. ഇനി നമുക്ക് കുമ്പളങ്ങ മുറിക്കാം. കുമ്പളങ്ങയും ചേനയുടെ അതേ ഷേപ്പിൽ വേണം മുറിക്കാൻ. ഈ സൈസിൽ നമുക്ക് കുമ്പളങ്ങയും മുറിച്ചെടുക്കാം. ഇത്ര കുമ്പളങ്ങയുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു മുരിങ്ങക്കായ മുറിച്ചിടാം, തോലെല്ലാം കളഞ്ഞ് മുറിച്ചിടാം. ഇതിലേക്ക് ഇനി ഒരു ക്യാരറ്റിൻ്റെ ഒരു പീസ് എടുത്ത് അതേ ഷേപ്പിലുള്ള കഷ്ണങ്ങളായി ക്യാരറ്റിനെയും മുറിച്ചെടുക്കുക. എന്നാൽ മാത്രമേ എല്ലാ കഷ്ണങ്ങളും ഒപ്പം വേവുകയുള്ളൂ. മാത്രമല്ല, അവിയൽ കഷ്ണങ്ങൾക്കൊരു ഭംഗിയും വേണമല്ലോ. ഇനി ഒരു 5 കൊത്തവരക്ക എടുത്ത് അതിനെ നീളത്തിൽ മുറിച്ച് ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി നമുക്ക് നേരത്തെ മുറിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് ഇടാം. അപ്പോഴേക്കും നമ്മുടെ ചേന അര വേവായിട്ടുണ്ടാകും. ഇതിലേക്ക് നമ്മളിപ്പം മുറിച്ച കഷ്ണങ്ങളിട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഒരുപാട് വെന്ത് പോകരുത്. കഷ്ണങ്ങളുടെ വേവ് നോക്കാം. നമുക്കൊരു ക്യാരറ്റും കുമ്പളങ്ങയും എടുത്ത് നമുക്ക് വേവ് നോക്കാം. ഇത് വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കഷ്ണങ്ങളും വെന്തിരിക്കും. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്. പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലെ വെള്ളമെല്ലാം വറ്റിയ ശേഷം നമുക്ക് 4 ടേബിൾ സ്പൂൺ തൈര് നല്ലപോലെ ഉടച്ച് ചേർക്കാം. തൈര് ഒഴിച്ച ശേഷം കറി തിളയ്ക്കരുത്. നല്ലപോലെ ഇളക്കിയ ശേഷം സ്വിച്ച് ഓഫ് ചെയ്യാം. ശേഷം അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും ഒരല്പം വെളിച്ചെണ്ണയും തൂവി ഒന്ന് മിക്സ് ചെയ്യുക. ഇളക്കുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ഒരല്പസമയം അടച്ചു വെച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നല്ല മണവും രുചിയും ചന്തവുമുള്ള അവിയൽ റെഡി. താങ്ക് യു.